മൂന്നാമത്തേത് പിശാച് വരുന്നത് ആനന്ദിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ്. എപ്പോഴും ആനന്ദം, എപ്പോഴും എൻജോയ്മെന്റ്, ഹാവിംഗ് ഫൺ. അത് ഈ ലോകത്തിന്റെ ഒരു പുതിയൊരു ചിത്രമാണ്. ലെറ്റ്സ് ഹാവ് ഫൺ. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം. എന്റർടൈൻമെന്റുകൾ മാത്രം. നമ്മുടെ നാട്ടിലൊക്കെ എന്റർടൈൻമെന്റ് ചാനലുകൾ ആളുകൾ കാണുന്നുള്ളൂ, ന്യൂസ് ചാനലുകളൊന്നും അല്ല ആൾക്കാർക്ക്. എന്റർടൈൻമെന്റ് ചാനലുകൾ എന്റർടൈൻമെന്റിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. എപ്പോഴും ആനന്ദം, എപ്പോഴും ലെറ്റ്സ് ഹാവ് ഫൺ. അങ്ങനെ ഒരു ചിന്ത ചെറുപ്പക്കാരുടെ മനസ്സിലൊക്കെ വന്നിട്ടുണ്ട്. എത്രത്തോളം ഇന്നാരോ ഇവിടെ നിന്ന് സൂചിപ്പിച്ചു, നമ്മൾ ചെറുപ്പക്കാരൊക്കെ കല്യാണം കഴിക്കാതെ നടക്കാനുള്ള ഒരു പ്രവണതയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് നമുക്കൊരു ക്ലാസ് അതിനെ സംബന്ധിച്ച് മാത്രം ഒന്ന് വെക്കണം. വിവാഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം? ഇങ്ങനെയാണ് ഇപ്പൊ ചെറുപ്പക്കാർ ചിന്തിക്കുക. ഹറാമോ ഹലാലോ ചിന്തിക്കാതെ, എനിക്ക് അല്ലാഹു അനുവദിച്ചതാണോ അല്ലാത്തോ എന്നറിയാതെ എന്തിനാണ് ഈ ബാധ്യതകളും നൂരാമാലകളും എന്നൊക്കെ. അങ്ങനെ ജീവിച്ച പോരെ? അങ്ങനെ 10, 35, 40 വയസ്സാവുന്നവർ അങ്ങനെ നടന്നു. പിന്നെ ആരുണ്ടായാലും ഇല്ലെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ബാക്കി പെൻഷനും വാങ്ങി ജീവിച്ചൂടെ എന്നൊക്കെ പൈശാചികമായ അനിസ്ലാമികമായ ചിന്തകൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് വന്നിട്ട് നമ്മുടെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായി. ഞാൻ അടുത്തൊരു നീണ്ട ഒരു വലിയൊരു ലേഖനം വായിച്ചു. ഒരു അറബി ഒരു പണ്ഡിത എഴുതിയത്. അതിൽ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ സിനിമകളിലൂടെയും അതുപോലെ തന്നെ മറ്റു ഒരുപാട് ആധുനിക സംവിധാനങ്ങൾ വഴിയും നമ്മുടെ ചെറുപ്പക്കാരോട് വിവാഹം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ മീഡിയകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. വിവാഹം വേണ്ട, അങ്ങനെയൊക്കെ അടിച്ചുപൊളിച്ച് നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നത്. സത്യത്തിൽ അന്നിക്കാഹു സുന്നത്തി, വിവാഹം എന്റെ ചര്യയാണ്. എന്റെ ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ഞാൻ ചര്യയാക്കി വെച്ച വിവാഹം അത് വേണ്ടെന്ന് വെക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം ആവണോ അവൻ നബിയുടെ ചര്യ സ്വീകരിച്ചേക്കണം. എന്തിനെന്നറിയോ? നമുക്കറിയാത്തതാണ് ആ വിഷയങ്ങളൊക്കെ. നമ്മുടെ നന്മക്ക നബി തങ്ങളിൽ പറഞ്ഞിരുന്നത്. നമ്മൾ ഒരുപാട് നടന്ന് കുറെ ദൂരം എത്തുമ്പോഴാ തിരിച്ചറിയുക, റബ്ബേ ഞാനന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ. അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ചെറുപ്പക്കാർ മഹർ കൊടുക്കാനും ഒരു പെണ്ണിന് ചെലവ് കൊടുക്കാനും കഴിവുള്ളവർ, കൊട്ടാരണ്ടാക്കാനും വണ്ടി വാങ്ങിക്കാനും നല്ല പറയുന്നത്, മഹർ കൊടുക്കാനും നിങ്ങളുടെ പെണ്ണിന് സംരക്ഷണം കൊടുക്കാനും അവൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തോടുകൂടെ അവൾക്കൊരൽപ്പം ഭക്ഷണം അതിലേറെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുള്ള മുഴുവൻ ചെറുപ്പക്കാരും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കണം. അതുകൊണ്ടാണ് നമുക്ക് ശറഅയിലതിന് പ്രായപരിധി ഇല്ല എന്ന് പറയാൻ കാരണം. പക്ഷേ നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ 20 വയസ്സ് വരെ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാത്തിരിപ്പുണ്ടെങ്കിൽ നിക്കാഹ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ വിവാഹം ചെയ്യുന്നത് വരെ ഒരു വ്യഭിചാരത്തിലേക്കും പോവാതെ ശരീരത്തെ സൂക്ഷിക്കണം. എങ്ങനെയൊക്കെയാണോ ആത്മശുദ്ധി കൈവരിക്കേണ്ടത് ആ മാർഗം അന്വേഷിച്ചു പോകണം. ശരീരത്തെ അധ്വാനിച്ച് ചെയ്യണം എന്നതിനർത്ഥം. കാരണം യു വൾനറബിൾ ടു എനി ക്രൈം. നമ്മൾ എന്ത് തെറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ലോകമാണിത്. എന്ത് ചെയ്യാനും പറ്റും. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന കാലം. മുമ്പൊക്കെ പെണ്ണുങ്ങളുടെ പിന്നാലെ ആണുങ്ങൾ നടന്നിരുന്ന കാലം. ഇന്ന് നേരെ മറിച്ച അങ്ങനെ തിന്മകളുടെ സാഹചര്യം കൂടുതലാണ്. നമ്മുടെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന, നമ്മുടെ അടുത്ത സീറ്റുകളിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടാവും അല്ലേ? നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്താ ആക്സസിബിലിറ്റി വർദ്ധിച്ചു. തിന്മയിലേക്ക് കയ്യെത്തും ദൂരത്ത് തിന്മ വന്ന് നിൽക്കുകയാണ്. ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ആ ഒരു തിന്മയെ സംബന്ധിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം മനസ്സിൽ വന്നാലോ ഒന്ന് ഷെയർ ചെയ്യാനോ അതിന്റെ വഴി അന്വേഷിക്കാനോ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു പിശാചിന്റെ വഴികൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ. നിങ്ങൾ അതിനെ സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണ് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിനെ സൂക്ഷിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഈ മിങ്കിളായിട്ടുള്ള ജീവിതം വളരെ ഡേഞ്ചറാണ്, ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ വർക്കിംഗ് ഫോഴ്സ്, നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സ് ചെയ്തുള്ള ജോലി ഭയങ്കര അപകടമാണ്. അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര വലിയ ഡിഗ്രി എടുത്ത പെണ്ണുങ്ങളാണെങ്കിൽ പോലും കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ വീട്ടിലിരുന്നോ. നിങ്ങളുടെ നല്ലൊരു കുടുംബിനിയായി ജീവിക്കുക. നിങ്ങളുടെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഭർത്താവിന് എമ്പാടും സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും ജീവിതം ഉണ്ടാവും, അവർക്കും ജീവിതം ഉണ്ടാവും. നമ്മുടെ ഗൾഫിലുള്ള അവസ്ഥ എന്താ? നമുക്ക് ഫ്ലാറ്റിന് വാടക കൊടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ 2 പേര് നാട്ടിൽ ജീവിക്കുക. 2 പേരും ജോലിക്ക് പോവാ. ഭർത്താവ് 8 മണിക്ക് വരുന്നു, അവള് കയറി വരുന്ന 8:30 മണിക്ക്. ആരെ ആശ്വസിപ്പിക്കേണ്ടത്? അയ്യോ വയ്യേ എന്ന് പറഞ്ഞ അവൾ അവളുടെ ഭാഗത്തേക്ക്, അവൻ അവന്റെ ഭാഗത്തേക്ക്. ഇവിടെയാണ് ജീവിതം. ഇവർ 2 പേരും ഫ്ലാറ്റിന് വാടക കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ജീവിതം കിട്ടിയോ? ഇല്ല.
രണ്ടാളും ഭാരത്തിലാണ്, രണ്ടുപേരും തളർച്ചയിലാണ്. ഇങ്ങനെ ഒരു ജീവിതമില്ലാത്തൊരവസ്ഥയിലാണ് പ്രവാസികൾ കടന്നു പോകുന്നത്. പെണ്ണുങ്ങൾ അത്യാവശ്യമെങ്കിൽ അവർക്ക് അല്ലാഹു അനുവദിച്ച രീതിയിലുള്ള ജോലിയെങ്കിൽ, ഭർത്താവിന് സമ്മതമെങ്കിൽ ജോലിക്ക് പോകാം എന്നല്ലാതെ ഒരു ഭർത്താവും തന്റെ പെണ്ണിനെ ജോലിക്ക് പോവാൻ നിർബന്ധിക്കരുത്. ഒരു പെണ്ണും ഞാൻ ജോലിക്ക് പോകുമെന്ന് വാശിയും പിടിക്കേണ്ട. നിങ്ങൾക്കങ്ങനെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ സ്വന്തം ഭർത്താവിനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഭർത്താവിന്റെ ചെലവ് കൊണ്ട് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ശർഅ അനുവദിക്കുന്ന രീതിയിൽ പരസ്പരം മിങ്കിളാവാത്ത ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ പൊയ്ക്കോ എന്നല്ലാതെ ഒരു ജോലിയുടെ ഒരു ലോകമായിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും കൂടിക്കലരുന്ന ഈ ഒരു ജീവിതം വലിയ അപകടമാണ്, വലിയ അപകടമാണ്. കല്യാണം കഴിച്ച പെൺകുട്ടികൾ അവിടെയുള്ള മറ്റു ചെക്കന്മാരുടെ കൂടെ പോകുന്നത്, ഇറങ്ങുന്നത്, കറങ്ങുന്നതൊക്കെ എത്രയോ എൻ്റെ ചെവിയിൽ ഞാൻ അറിയുന്നുണ്ട്. ഒരുപാട് നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, UAE-യിലാണെങ്കിലും പുറത്താണെങ്കിലും എത്രയോ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് അറിയുന്നില്ല തൻ്റെ പെണ്ണിന് മറ്റൊരാളുമായി ബന്ധമുള്ളത്, ഇവൾ അറിയുന്നില്ല ഭർത്താവിന് മറ്റൊരു പെണ്ണുമായി ബന്ധമുള്ളത്. ഇങ്ങനെ ഹറാമിന്റെ ജീവിതം കഴിച്ചുകൂട്ടി ഈ മരണമൊക്കെ വന്നണയുമ്പോൾ എന്തായിരിക്കും അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മളെ കൊണ്ടുപോകുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. പിന്നെ ഇവിടെ പിശാച് വരുന്ന മറ്റൊരു വഴി ആസ്വാദനത്തിന്റെ വഴിയാണ്. ആസ്വാദനം മൂന്നാമത്തേത് അതാണ്. ആസ്വദിച്ചോളൂ എന്ന് നിരന്തരമായി പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ അള്ളാഹുവിന്റെ ഒരു ആയത്ത് നമുക്ക് ഓർമ്മ വരണം. നബിയെ, അവിശ്വാസികളെ വിട്ടേക്കിൻ, അവർക്ക് വേണ്ടത് യഅ്കുലു തിന്നുകയും വയതമത്തഉ സുഖിക്കുകയുമാണ്. സുഖിക്കാൻ കള്ളും പെണ്ണും തോന്നിവാസവും എല്ലാം, ഇത് മാത്രം മതി ജീവിതം, ഇതാണ് ജീവിതം എന്നാണ് അവിശ്വാസികൾ കാണുന്നത്. ഈ ഖുർആൻ പറഞ്ഞ ആയത്താണ് ഇന്ന് പടിഞ്ഞാറിന്റെ ജീവിതം. ഇതാണെന്ന് പാശ്ചാത്യന്മാർ കൊണ്ടു നടക്കുന്നത്. ഭക്ഷണം, ആനന്ദം, ഏത് നിരക്കുമുള്ള ആനന്ദം. കുടുംബജീവിതമുണ്ടോ? ഇല്ല. ഉമ്മ വാപ്പയുണ്ടോ? മക്കളും വാപ്പയും തമ്മിൽ ബന്ധമുണ്ടോ? ആങ്ങളെയും പെങ്ങളും അറിയുന്നുണ്ടോ? വല്യമ്മയും വല്യപ്പയും കാണാറുണ്ടോ? വാപ്പയും ഉമ്മയും കൂടെ ജീവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ശിഥിലമായ ഒറ്റക്കൊറ്റക്ക് ഈ ഒരു ജീവിതം ആശ്വാസം നൽകാൻ കഴിയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ കുടുംബമായിട്ട് അള്ളാഹു നിങ്ങളെ പഠിച്ചത്. ആദം നബി, ഹവ്വാ ബീവി, അവരുടെ മക്കൾ, അങ്ങനെയാണ് നിങ്ങളുടെ തുടക്കം. ഈ കുടുംബമാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരം. ആ ഒരു സ്നേഹബന്ധമാണ് നിങ്ങളുടെ ഇമോഷണൽ ഗ്രോത്തിന്, നിങ്ങളുടെ മാനസികമായ വളർച്ചയ്ക്കൊക്കെ കുടുംബം വേണം. നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ ചര്യയാണ്. അതുകൊണ്ട് നബിയെ, അവരെ വിട്ടേക്കണം. അവരെ ആസ്വദിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാ. ഞാൻ അവരെ കണ്ടുവച്ചിട്ടുണ്ട്, അവർക്ക് ഞാൻ ശിക്ഷ കൊടുക്കാൻ പോകുന്നു എന്ന് സൂറത്തുൽ ഹിജ്റിൽ അള്ളാഹു പറയുന്ന ആയത്ത്. പിശാചിന്റെ ആസ്വാദനം ഇസ്ലാമികമല്ലെങ്കിൽ അതിനെ ഇങ്ങനെയാണ് നേരിടേണ്ടത്. ഇസ്ലാമികമായ ആനന്ദങ്ങളായിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രകൃതി കാണുന്നത്, യാത്ര ചെയ്യുന്നത്, നിങ്ങളും കുടുംബത്തെ നിങ്ങൾ പാർക്കിലേക്ക് പോയി ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അവിടെ മിംഗ്ലിങ്ങോ മറ്റു വിഷയമൊന്നുമില്ലല്ലോ. നിങ്ങൾക്കങ്ങനെ വളരെ മനോഹരമായി ഹലാലിന്റെ പരിധിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ആസ്വാദനങ്ങളാവാം. അതാര ഹറാമ? നമുക്ക് ഹറാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ആസ്വാദനം ഹലാലുകൾ എത്രയുണ്ട്. പക്ഷെ ഹറാമിലേക്ക് പോകുന്നത്, ഹറാമായ ആസ്വാദനം വേണമെന്ന് പറയുന്നത് പിശാചാണ്. കരുതിയിരിക്കണം, അവൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓർമ്മ വരണം. നാലാമത്തെ വിഷയം കൂടെ പറയട്ടെ. അള്ളാഹു, ഈ പിശാച് മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ വേണ്ടി വരുന്നത് മിൻ ബാബിൽ ഉജ്ബി വഖൗഫിൽ ആഖിബ. നമ്മൾ തരക്കേടില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്, ഇത് ഭയങ്കര അപകടമാണ്. നമ്മൾ ഉഷാറാണ്, ഐ ആം ഓസം എന്ന് പറയുന്ന തിയറി, അത് ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ പരിധിയിൽ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കാം. ഈ സ്റ്റേജിൽ നോക്കുമ്പോൾ ഞാൻ ആലോചിക്കണം എന്നെ പറ്റി. നമ്മൾ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടുകാർക്കിടയിലോ ആണെങ്കിൽ നമ്മൾ ആലോചിക്കണം നമ്മളെ പറ്റി. പടച്ചോനെ, എനിക്കങ്ങനെ തോന്നാറുണ്ടോ? നമ്മൾ ഓസമാണോ ഓഫുൾ ആണോ എന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഫമിൻഹും ശഖിയ്യുൻ വസഈദ്. അവിടെ വിജയിക്കുന്നവരുമുണ്ട്, പരാജയപ്പെടുന്നവരുമുണ്ട്. അള്ളാഹു പറയാണ്. ഈ ആയത്ത് ഓർമ്മ വരണം. നാളെ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോഴാണ് ആരൊക്കെയാണ് ഓസം, ആരൊക്കെയാണ് ഓഫുൾ, ആരൊക്കെയാണ് സക്സസ്ഫുൾ, ആരൊക്കെയാണ് ഫെയിലേഴ്സ്, ആർക്കൊക്കെയാണ് വിജയം കിട്ടുന്നത്, ആരൊക്കെയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്നത്, ആരൊക്കെയാണ് ലൂസേഴ്സ്, ആരൊക്കെയാണ് ഗെയിനേഴ്സ്. ഇതൊക്കെ നാളെ പരലോകത്തെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരാളുടെ മനസ്സിൽ തോന്നുന്ന അഹംഭാവം അത് ഭയങ്കര ഡേഞ്ചറാണ്. ഒരു പെണ്ണ്, സാമ്പത്തികമായ ചുറ്റുപാടെന്ന് വരുന്നൊരു പെണ്ണ്, തന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആ പെണ്ണിനൊരു അഹങ്കാരം വരുന്നുണ്ട്. ഉജ്ബ്, എന്റെ കയ്യിലാണല്ലോ പണം, എന്റെ വാപ്പാന്റെ കയ്യിലാണല്ലോ പൈസ. ഇത് ആ പെണ്ണിലേക്ക് പിശാച് വരുത്തുന്നതാണ്. അതിനെ ചൊല്ലിയല്ലേ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാ.
അത് ആണിനും തോന്നാം. അവൾ ദാരിദ്ര്യം, ഞാൻ അവളെ ദാരിദ്ര്യം കണ്ടിട്ട് കെട്ടിയതാണ്, എന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് അവൾ എനിക്ക് അടിമയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഭർത്താവിലും ഈ പിശാച് കയറി കൂടിയിട്ടുണ്ട്. ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെയാണെന്നാണ്. ഒരിക്കലും ഉജ്ബ് വരരുത്. നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, എന്നാൽ നിങ്ങളും അവരും തമ്മിൽ മാനസികമായി നിൽക്കുമ്പോൾ നിങ്ങളും അവരും തമ്മിൽ ഒപ്പമാണ്. ഉജ്ബ് വരരുത്. ഞാൻ വലിയ ബോസാണ്. നമ്മൾ ഇന്ത്യൻ നമ്മുടെ കൾച്ചറിലൊക്കെ അങ്ങനെ ബോസ് എന്നൊക്കെ വിളിക്കുമ്പോൾ എന്തോ ഒരു ഇഷ്ടം അല്ലേ. സാർ എന്നൊക്കെ വിളിച്ചാൽ നമ്മൾ ഈ സാറ് വിളിയൊന്നും ശരിക്കും ഇല്ലല്ലോ. സാർ എന്ന് വിളിക്കുന്ന പരിപാടി ഇല്ലല്ലോ. ആ പേര് വിളിക്കുക, അല്ലെങ്കിൽ മിസ്റ്റർ എന്ന് കൂട്ടി വിളിക്കുക, അത്രയേ ഉള്ളൂ സംഗതി. നമ്മുടെ നാട്ടിലൊക്കെ എന്താ പടച്ചോനെ, നമ്മൾ MD എന്നൊക്കെ ഇത് കാർഡുമ്പോഴൊക്കെ വിസിറ്റിംഗ് കാർഡുമ്പോൾ എന്താ ഈ MD എന്ന് പറഞ്ഞാൽ ഗ്രോസറി ഷോപ്പ് ഉണ്ടാവും, അതിമാണ് MD. അതന്നെ ഷെയറിംഗ് ആയിരിക്കും. അതിൽ ഷെയർ ഹോൾഡർ MD ഇന്ന സ്ഥാപനം. ആ കാർഡിലൊക്കെ ഒരു തരം അഹങ്കാരം കിടക്കുന്നുണ്ടെന്നാ. ഇല്ലാമൻ അഹ്സന റബ്ബി, അള്ളാഹു കാവൽ കൊടുക്കുന്നവരൊഴികെ. എല്ലാവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാനൊരു മാനേജിങ് ഡയറക്ടറാണെന്ന് എന്ത്, അതിപ്പോ വലിയ വലിയ നമ്മുടെ കാർഫോറിന്റെ മുതലാളിയാണെങ്കിലും അയാൾ MD എന്ന് എഴുതുക. നിങ്ങൾ റെസ്റ്റോറൻറ്റോ കഫ്തീരിയ നടത്തുകയാണെങ്കിലും അവിടെ നിങ്ങൾ MD തന്നെ എഴുതുക. രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? പക്ഷെ ഞാനൊരു അധികാരിയാണ്, ഞാനൊരു മുതലാളിയാണ്, ഞാൻ ജോലിക്കാരനല്ല, ഞാൻ ബിസിനസ്സുകാരനാണ് എന്ന തരത്തിൽ ഒരു തരത്തിലുള്ള ഉജ്ബ്, അഹങ്കാരം മനസ്സിലേക്ക് കയറി വരാൻ ഈ പ്രകടനങ്ങളൊക്കെ കാരണമാവും. അത് പിശാച് വരുത്തുന്ന വഴിയാണ്. ഇവിടെ ഫമിൻഹും ശഖിയ്യുൻ വസഈദ്, വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരുമുണ്ട്. നാളെ പരലോകത്തെത്തിയാലേ അഹങ്കരിക്കാനുള്ള അവകാശം വരുന്നുള്ളൂ. നാളെ ജയിച്ചാലല്ലേ. മാർക്ക് കിട്ടി റിസൾട്ട് വരുന്നവരെ ഒരു കുട്ടിക്കും ഒന്നും വേണ്ട. മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, റിസൾട്ട് വന്നാൽ, റിസൾട്ട് വരുന്നത് പരലോകത്താണ്. അവിടെ എത്തിയാൽ അവിടെ പിന്നെ അഹങ്കാരം പ്രശ്നമില്ല. അവിടെ ഹലാലും ഹറാം ഒക്കെ ഹലാലാണ്. അപ്പോ ഒരു മനുഷ്യനിൽ ഉജ്ബ് വരുത്തുന്നത് പിശാചിന്റെ വഴിയാണ്. കാത്തു സൂക്ഷിക്കുക.